ഒരു സിനിമാ തിരക്കഥയെ വെല്ലുന്ന തരത്തിലുള്ള കലാപരിപാടികൾ കോഴിക്കോട് അരങ്ങേറുന്നുണ്ട് എന്നാണ് രാഹുൽ സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. കോഴിക്കോട് DMO ഓഫീസിലെ കസേരകളിയെ കുറിച്ചാണ് ഈ റിപ്പോർട്ട്. ആരോഗ്യവകുപ്പിന്റെ ഉത്തരവും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഇടപെടലും കാരണം കഴിഞ്ഞ 2 മാസമായി കോഴിക്കോട്ടെ ആരോഗ്യ സംവിധാനം ഇഴയുകയാണ്. When the present Tahsildar is reluctant to hand over the charge to the newly promoted and transferred Tahsildar, he himself can assume the charge. This clause is there in our department rules, madam. What's going on here? ഞാൻ ചാർജ് ഒഴിയുന്നതിന് മുൻപ് ട്രാൻസ്ഫറായി വന്ന തഹസിൽദാർ എന്റെ കസേരയിൽ കയറിയിരുന്നു. എന്നിട്ട് He could have asked me, sir. അയാൾ കഥ എഴുതുകയാണെന്ന ചിത്രത്തിലെ ഈ രംഗത്തിന് കോഴിക്കോട് DMO ഓഫീസുമായി സാമ്യം തോന്നിയാൽ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. ചിത്രത്തിൽ തഹസിൽദാറെങ്കിൽ ഇവിടെ DMO എന്ന് മാത്രം. കഴിഞ്ഞ ഡിസംബർ 9-നാണ് 7 DMOമാരുടെ സ്ഥലമാറ്റ ഉത്തരവ് സർക്കാർ പുറത്തിറക്കുന്നത്. കോഴിക്കോട് DMO ആയിരുന്ന ഡോക്ടർ രാജേന്ദ്രന്റെ DHS അഡീഷണൽ ഡയറക്ടറായും എറണാകുളം DMO ആയിരുന്ന ഡോക്ടർ ആശാദേവിയെ കോഴിക്കോട് DMO ആയും സ്ഥലം മാറ്റി. സിനിമയിലെ കഥ യാഥാർത്ഥ്യമാവുന്നത് ഇവിടെ മുതലാണ്. ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ് പ്രകാരം ആശാദേവി കോഴിക്കോട് DMO ആയി ചുമതലയേൽക്കാനെത്തി. പക്ഷെ സ്ഥാനമൊഴിയാൻ ഡോക്ടർ രാജേന്ദ്രൻ തയ്യാറായില്ല. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച് സ്റ്റേ വാങ്ങി. ഇതോടെ ഇരുവരും ഞാൻ തന്നെ DMO എന്ന നിലപാടെടുത്ത് മുഖാമുഖം നോക്കി ഓഫീസിലിരുന്നു. ഡിസംബർ 24-ന് ട്രിബ്യൂണലിന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ ആശാദേവി കോഴിക്കോട് DMO ആയി. രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള പരാതിക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകി. ഡിസംബർ 27-ന് ഡോക്ടർ രാജേന്ദ്രൻ DMO ആയി തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവ്. പരാതിക്കാരെ കേട്ട ശേഷം കഴിഞ്ഞ ബുധനാഴ്ച ആരോഗ്യവകുപ്പ് വീണ്ടും സ്ഥലമാറ്റ ഉത്തരവ് പുറത്തിറക്കി. ഡോക്ടർ ആശാദേവി വീണ്ടും കോഴിക്കോട് DMO. എന്തായാലും നനഞ്ഞു. എന്നാൽ കുളിച്ചു കയറാമെന്ന നിലപാടോടെ പരാതിക്കാരിൽ ഒരാളായ കണ്ണൂർ DMO ഡോക്ടർ പീയൂഷ് നമ്പൂതിരി ഹർജി നൽകി. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പുതിയ ഉത്തരവും സ്റ്റേ ചെയ്തു. ഇതോടെ കോഴിക്കോട് DMO സ്ഥാനത്ത് ഡോക്ടർ രാജേന്ദ്രൻ വീണ്ടും എത്തി. ഈ കസേരയെ ഉൾപ്പെടെ കഥാപാത്രമാക്കി അയാൾ കഥ എഴുതുകയാണെന്ന ചിത്രം പുറത്തിറക്കുമ്പോൾ അണിയറ പ്രവർത്തകർ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കഥ യാഥാർത്ഥ്യമാകുമെന്ന്. മരുന്ന് പ്രതിസന്ധി ഉൾപ്പെടെ ഗുരുതര പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന കോഴിക്കോടാണ് ഇതേ കസേര കളി എന്നതും പറയാതിരിക്കാനും വയ്യ. ഉത്തരവാദിത്തപ്പെട്ടവരുടെ അധികാരമോഹത്തിന് മുന്നിൽ തകരുന്നത് ഒരു ആരോഗ്യ സംവിധാനം കൂടിയാണ്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. അപ്പോൾ രാഹുൽ സുരേഷ് അത് അയാൾ കഥ എഴുതുകയാണ് സിനിമയുമായി ചേർത്ത് വായിച്ച് ഇങ്ങനെ റിപ്പോർട്ട് ഇറക്കിയ രസമായിട്ടുണ്ട്. ഭാവനാസമ്പന്നനാണെന്ന് മനസ്സിലായി രാഹുൽ സുരേഷ്. അതെ.